രാജ്യത്ത് ഹിന്ദുത്വ ഭീകരത എന്ന പ്രയോഗം സജീവ ചർച്ചയായത് 2008 മാലേഗാവ് സ്ഫോടന കേസോടെയാണ്. 2008 റംസാൻ മാസത്തിലെ പുണ്യദിനങ്ങളിലൊന്നിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രതികാര നടപടി. ഹിന്ദുത്വ സംഘടന അഭിനവ് ഭാരതും അതിന്റെ നേതാക്കളുമാണ് ആ സ്ഫോടനത്തിന് പിന്നിലെന്ന് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു. NIA അന്വേഷണം ഏറ്റെടുത്തതോടെ കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകളൊക്കെ ഉണ്ടായി. വമ്പൻ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ 17 വർഷത്തിന് ശേഷം മുംബൈ NIA കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നു. പ്രഗ്യാ സിംഗ് അടക്കം 7 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. വിശദമായി പരിശോധിക്കുന്നു. വിധിന്യായത്തിലെ വിശദാംശങ്ങളും കേസിന്റെ നാൾവഴികളും. ഹിന്ദുത്വത്തിന്റെയും കാവ്യയുടെയും വിജയം എന്നായിരുന്നു കേസിൽ വെറുതെ വിട്ട കോടതി വിധിയോട് പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പ്രതികരണം. ഇത്ര പീഡനങ്ങൾ നേരിട്ടിട്ടും ക്ഷമിച്ചത് സന്യാസിയായതിനാലാണ് എന്നും പ്രഗ്യാ സിംഗ് പറഞ്ഞു. मैं एक सन्यासी हूँ और व्यक्तिगत यदि मेरे ऊपर किसी प्रकार से टॉर्चर करते व्यक्तिगत कारण से तो मैं इनको क्षमा करती. इसके अंतर्गत जो इन लोगों ने टॉर्चर किया है मुझे वह गैर कानूनी था. വിധി സാധാരണക്കാർക്ക് നിയമ സംവിധാനത്തിൽ വിശ്വാസം ഉറപ്പിച്ചു എന്ന് കോടതി വെറുതെ വിട്ട ശ്രീകാന്ത് പുരോഹിത് പറഞ്ഞു. Judiciary for understanding the case and delivering justice to all of us. I only will say that during all this fight, all my friends, my colleagues, especially the armed forces, my army, the way they stood by me, I have no words to express my gratitude towards all of them. കോടതി വിധിയിൽ പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. കേസിൽ ശക്തമായ തെളിവുകളില്ല. തീവ്രമായ സംശയം ശിക്ഷ വിധിക്കുന്നതിന് പര്യാപ്തമല്ല. ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായി, പക്ഷേ ധാർമ്മികതയുടെ പേരിൽ ശിക്ഷ വിധിക്കാനാകില്ല. ഗൂഢാലോചന തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മൊഴി രേഖപ്പെടുത്തലിലെ കാലതാമസവും നടപടിക്രമങ്ങളിലെ വീഴ്ചയും ഗുരുതര സംശയം ഉയർത്തുന്നു. പൊട്ടിത്തെറിച്ച ബൈക്ക് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണ് എന്ന് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. ബൈക്ക് ആര് പാർക്ക് ചെയ്തു എന്നതിന് തെളിവില്ല. ബോംബ് വെച്ചത് പുറത്താണോ എന്നും സംശയമുണ്ട് എന്നാണ് പറയുന്നത്. കേണൽ ശ്രീകാന്ത് പുരോഹിതിന്റെ വീട്ടിൽ RDX സൂക്ഷിച്ചതിന് ഫോറൻസിക് തെളിവുകളില്ല. അഭിനവ് ഭാരത് സംഘടന തീവ്രവാദ പ്രവർത്തനത്തിന് ഫണ്ട് ഉപയോഗിച്ചതിന് തെളിവില്ല. വിരലടയാളങ്ങളോ DNA ശാസ്ത്രീയ തെളിവുകളോ ശേഖരിച്ചിട്ടില്ല. കേസിൽ UAPA നിലനിൽക്കില്ല. ഭീകരവിരുദ്ധ നിയമം പ്രയോഗിക്കാനാകില്ല. പ്രഗ്യാ സിംഗ് ഠാക്കൂർ സ്ഫോടനത്തിന് 2 വർഷം മുമ്പ് സന്യാസിയായി മാറി. ഭീകരതയ്ക്ക് മതമില്ല എന്നുമാണ് കോടതി പറഞ്ഞത്. നടന്നത് സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് എന്നുമാണ് കോടതി വിലയിരുത്തിയത്. വ്യക്തമായ തെളിവില്ലാതെ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ 9 വർഷം ജയിലിൽ അടച്ചത് നീതി നിഷേധമാണ്. പ്രഗ്യാ സിംഗ് നടത്തിയ രാഷ്ട്രീയ വിവാദ പ്രസ്താവനകൾ ഗൂഢാലോചനയുടെ ഭാഗമാക്കാനാകില്ല എന്നും കോടതി പറയുന്നു. ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ ഉൾപ്പെട്ടതിനാൽ അതുകൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാനാകില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത ഡോക്ടർമാർ നൽകിയതല്ല. 323 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 39 സാക്ഷികൾ കൂറുമാറി. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരുക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകണമെന്നും കോടതി വിധിയിലുണ്ട്. മാലേഗാവ് സ്ഫോടന കേസ് നമുക്കൊന്ന് പരിശോധിക്കാം. 2008 സെപ്റ്റംബർ 29 മാലേഗാവിലെ ബിക്കു ചൌക്കിന് സമീപത്തെ പള്ളിക്കടുത്തായി സ്ഫോടനമുണ്ടായത്. മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി 6 പേരാണ് മരിച്ചത്. 100-ലേറെ പേർക്ക് പരുക്കേറ്റു. കേസിൽ ആദ്യം അന്വേഷണം നടത്തിയത് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ATS. തീവ്ര ഹിന്ദു സംഘടനയായ അഭിനവ് ഭാരത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ നടത്തിയ സ്ഫോടനം എന്നായിരുന്നു കണ്ടെത്തൽ. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ലക്ഷ്യമിട്ട് നടത്തിയ ഗൂഢാലോചന എന്നായിരുന്നു കണ്ടെത്തലിലെ ഒരു ഭാഗം. 2008 ഒക്ടോബറിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിതിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷണ സംഘത്തലവൻ ഹേമന്ത് കർക്കറെ പിന്നീട് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതും ഈ സാഹചര്യത്തിൽ ഓർക്കണം. 2009 ജനുവരിയിൽ മഹാരാഷ്ട്ര ATS ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. 2011 NIA കേസ് ഏറ്റെടുത്തു. അന്വേഷണത്തിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി 2016 അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. പ്രതികൾക്കെതിരെ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയമപ്രകാരം ചുമത്തിയ കേസുകൾ NIA ഒഴിവാക്കി. അഭിനവ് ഭാരത് എന്ന സംഘടനയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന് NIAയും കണ്ടെത്തിയിരുന്നു. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് പങ്കില്ലെന്നും ഒഴിവാക്കണമെന്നും NIA ഇതിനിടെ പറഞ്ഞു. വിചാരണ നേരിടാം എന്ന നിലപാടാണ് ആ ഘട്ടത്തിൽ കോടതി സ്വീകരിച്ചത്. 2018-2023 കാലഘട്ടത്തിൽ കേസിന്റെ വിചാരണ നടന്നു. 2025 ഏപ്രിലിൽ അന്തിമ വാദം പൂർത്തിയായി. കള്ളക്കേസിൽ കുടുക്കിയെന്നും തെളിവുകൾ കെട്ടിച്ചമച്ചു എന്നുമായിരുന്നു പ്രതികളുടെ വാദം. മാലേഗാവ് സ്ഫോടന കേസിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത ആദ്യ വ്യക്തി പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആയിരുന്നു. 2017 ഏപ്രിലിൽ കേസിൽ ബോംബെ ഹൈക്കോടതി പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് ജാമ്യം അനുവദിച്ചു. 2019 മുതൽ 24 വരെ പ്രഗ്യാ സിംഗ് ഭോപ്പാലിൽ നിന്ന് BJP ടിക്കറ്റിൽ പാർലമെന്റിലെത്തി എന്നതും ഓർക്കണം.
ഗോഡ്സെയെ ദേശസ്നേഹി എന്ന് പാർലമെന്റിൽ വിശേഷിപ്പിച്ചത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതെല്ലാമാണ് ഈ വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. സനീഷ്, എന്തായാലും ഈ കോടതി ഒരു കാര്യം പറയുന്നുണ്ട്, ഭീകരതയ്ക്ക് മതമില്ല എന്നത്. അതിനപ്പുറം ഏതാണ്ട് ഈ NIA-യുടെ അന്വേഷണം അവസാന ഘട്ടത്തിൽ പല രീതിയിലും വഴിമാറിയതടക്കം, അതല്ലെങ്കിൽ NIA സ്വീകരിച്ച സമീപനത്തിലടക്കം പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ കോടതി വിധി എന്താകുമെന്നുള്ള ആശങ്കയും ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ പ്രതീക്ഷിച്ച മട്ടിലുള്ള ഒരു വിധിയാണ് ഇതെന്ന് തോന്നുന്നുണ്ടോ? അതായത് എന്താണ് ഈ കാലത്ത് വിധി വരിക എന്നത് പ്രതീക്ഷിച്ച ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകുന്നൊരു വിധിയല്ല വന്നിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു പോയിന്റിലേക്ക് ഞാൻ ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. വരും ദിവസങ്ങളിൽ ചർച്ച സ്വാഭാവികമായിട്ട് വരും. കേസ് അതിന് അപ്പീലും മറ്റുമൊക്കെ ആയിട്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ട ഒരാളുടെ ബന്ധു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ഭീകരതയ്ക്ക് മതമില്ല എന്ന് കോടതി പറഞ്ഞതാണ്. അത് ആ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ കോടതി പറയുന്നത് ഹിന്ദുത്വ ഭീകരവാദമാണ് ഈ നടന്നത് എന്ന പല ഭാഗത്തുള്ള ആരോപണങ്ങൾക്ക് ഒരു ഇതായിട്ടാണ്. അപ്പോൾ അതിനെതിരെയായിട്ടാണ് BJP ഇന്ന് മുഴുവൻ പ്രതികരണങ്ങളിൽ BJP നേതാക്കൾ പറയുന്നൊരു കാര്യം. BJP RSS നേതാക്കൾ ഇതോട് പ്രതികരിച്ച ആളുകളെല്ലാം പറയുന്നത് ഹിന്ദു ഭീകരവാദം എന്ന് കോൺഗ്രസും മറ്റും ഉയർത്തിയ ആക്ഷേപം ശരിയല്ല എന്ന് ഈ കോടതി പറഞ്ഞതിലൂടെ തെളിഞ്ഞു, ഈ വിധിയോടെ തെളിഞ്ഞു എന്നാണ്. അതിനകത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം എനിക്ക് തോന്നുന്നു ഹർഷൻ, അതായത് ഹിന്ദു ഭീകരവാദം എന്ന് കോൺഗ്രസും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു എന്നാണ് ഈ ആളുകളെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ളൊരു പരിചയമായിട്ടാണ് കോടതിയുടെ ഈ പരാമർശം വന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദു ഭീകരവാദം എന്നല്ല, ഹിന്ദുത്വ ഭീകരവാദം എന്നാണ് ശരിയാവണ്ണം ഈ മാലേഗാവ് സ്ഫോടനം ഉണ്ടായപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന സംഗതികളെക്കുറിച്ച് ആളുകൾ വിശേഷിപ്പിക്കാൻ, ഇതിനെ എതിർക്കുന്ന ആളുകൾ വിശേഷിപ്പിക്കാൻ വേണ്ടി പ്രയോഗിച്ചത്. ഹിന്ദു ഭീകരവാദം എന്നും ഹിന്ദുത്വ ഭീകരവാദം എന്ന് പറയുന്നത് രണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ ശരിയാണ്. അതായത് മതം അല്ല ഭീകരവാദം ചെയ്യുന്നത്. മതത്തെ വെച്ച് എന്തോ ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ കളികളാണ് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിന് പിന്നിൽ. അപ്പോൾ രാഷ്ട്രീയ മതമാണ് ഭീകരവാദത്തെ ഉണ്ടാക്കുന്നത്, മതമല്ല. ഒരു മൂല്യബോധം എന്ന നിലക്ക് മനുഷ്യരെല്ലാവരും സാധാരണക്കാർ വിശ്വസിക്കുന്നൊരു വിശ്വാസ സംഗതി എന്ന നിലക്ക് മതം തീവ്രവാദത്തെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇത് വെച്ചിട്ട് ഈ മതം എന്ന് പറയുന്ന മനുഷ്യരുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ കിടക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ഈ സംഗതിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനായിട്ട് അതിനെ ഉപയോഗിക്കുന്നതിനെയാണ് ഈ പറയുന്ന ഭീകരവാദമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഹിന്ദു ടെറർ എന്ന് പറയുന്നതും ഹിന്ദുത്വ ടെറർ എന്ന് പറയുന്നതും രണ്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കയ്യാളായിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഭീകരവാദം ഉണ്ടാകുന്നത് അത് അങ്ങനെ തന്നെ പറയണം. അല്ലാതെ ഇസ്ലാം ഭീകരവാദം എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരവാദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ല, മതം മൂല്യബോധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ഈ സംഭവത്തിന് ശേഷവും അതിനു മുമ്പുമായിട്ട് BJP RSS നേതാക്കൾ, പ്രത്യേകിച്ചും ഈ പ്രഗ്യാ സിംഗിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വരിയുണ്ടല്ലോ, അതായത് ഭീകരവാദത്തിൽ മതമില്ല എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വസ്തുതയാണ്. പക്ഷേ ഇവർ പറയുകയാണ്, കോൺഗ്രസും ഞങ്ങളെ എതിർക്കുന്ന ആളുകളും ഹിന്ദു ടെറർ എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ ആകെ ഹിന്ദു ഭീകരവാദികളാക്കി ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഗതിയിൽ നിൽക്കുന്ന ഈ പക്ഷം അത് വെച്ചിട്ട് ഭീകരവാദം ഉണ്ടാക്കുന്നു. അങ്ങനെ നടത്തിയ ഭീകരവാദ പ്രവർത്തനമാണ് ഈ മാലേഗാവിലെ സ്ഫോടനം എന്നതായിരുന്നു ഈ കാലങ്ങൾ മുഴുവൻ ആളുകൾ, ഇനി അങ്ങോട്ടും ആളുകൾ പറയാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കേണ്ടുന്നത്, മാലേഗാവിൽ സ്ഫോടനം ഉണ്ടായി, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, അവിടെ ഒരുപാട് ആളുകൾക്ക് ജീവിതം നഷ്ടമായി, ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കോടതി സമ്മതിക്കുന്നുണ്ട്. ആ സംഭവം ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതിൽ തെളിവുകളില്ല, ഇവരെ കുറ്റപ്പെടുത്താൻ, ഇവരെ ശിക്ഷിക്കാൻ തെളിവുകളില്ല എന്നേ കോടതി പറഞ്ഞു. ഇത്തരം സംഭവങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പോലെ തെളിവുകളില്ല. എന്താണ് പ്രോസിക്യൂഷൻ തെളിവുകൾ കൊണ്ടുവരാൻ പറ്റിയില്ല, ഈ ബൈക്ക് ഇന്ന ആളുടെയാണ് എന്ന് അവിടെ സ്ഥാപിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് വളരെ നിസ്സാരമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ വളരെ സാധാരണഗതിയിൽ പോലീസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും പോലീസ് ചെയ്തില്ലല്ലോ, അന്വേഷണ സംഘം ചെയ്തില്ലല്ലോ എന്ന് തോന്നലുണ്ടാകുന്ന സംഗതിയാണ്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഈ സംഭവത്തിൽ ഇവർ കുറ്റക്കാരല്ല എന്ന ഒരു പൊതുബോധം അപ്പാടെ അങ്ങ് മാറ്റേണ്ടതുണ്ട് എന്ന നിലക്കല്ല. അവർ കോടതിയിലെ ഫൈറ്റിൽ വിജയിച്ചിരിക്കുന്നു. അവർക്കെതിരായുള്ള തെളിവുകൾ ഹാജരാക്കാൻ മനഃപൂർവ്വമോ അല്ലാതെയോ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നൊരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കൊണ്ട് ഈ സംഗതി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് രാഷ്ട്രീയ ആധിപത്യം ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കൂടുതലായിട്ടുള്ളത് കൊണ്ട് അത് പല നിലക്ക് അന്വേഷണത്തെ സ്വാധീനിച്ചിട്ട് ആ അന്വേഷണ വേണ്ട രീതിയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഹാജരാക്കാതിരുന്നിട്ട് ഈ പറയുന്ന വിധി ഉണ്ടായി വന്നു, കോടതിക്ക് മുമ്പായ തെളിവുകളാണ് പ്രധാനം, ഈ വിധി ഉണ്ടായി വന്നു എന്ന വാദമായിരിക്കും സ്വാഭാവികമായിട്ടും നാളെ മുതൽ മുന്നോട്ട് വെക്കപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു ദിവസം ഈ പറയുന്ന പ്രമാദമായൊരു വിധി വന്നിട്ട് ഇവരെല്ലാം കുറ്റം വിമുക്തരായിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ആകപ്പാടെ തന്നെയും പറയേണ്ടതുണ്ട് എന്ന് പോലും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ എവിഡൻ്റായിട്ട്, വളരെ കൃത്യമായിട്ട് ആളുകളുടെ പൊതുബോധത്തിനകത്ത് ഇപ്പോൾ 10-16 വർഷം കഴിഞ്ഞൊരു പ്രശ്നമാണെങ്കിൽ തന്നെയും ഇതാര് ചെയ്തതാണ്,
എന്ന നല്ല ബോധ്യം ആളുകൾക്കുള്ളിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പറയുന്ന കുറ്റവാളികളെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന പ്രതികളായിരുന്ന ആളുകളെ മുഴുവൻ എക്വിറ്റ് ചെയ്തതിന് ശേഷവും ഒഴിവാക്കിയതിന് ശേഷവും കുറ്റവിമുക്തരാക്കിയതിന് ശേഷവും ഇവരാരും ഇത് മുസ്ലിം തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയാണെന്ന് പറയാത്തത്. കാരണം ഇന്ത്യയിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഫോടനം നടത്തിയ ഉടനെ വരിക ഇതാ ഇസ്ലാമിക തീവ്രവാദികൾ ഇതാ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്നാണ്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത ജോസി ജോസഫ് എന്ന ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടർ, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് ഞാനിപ്പോൾ വായിച്ചു. അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ട് അദ്ദേഹം ഓഫീസിലേക്ക് വരുമ്പോൾ ഈ വാർത്ത വരുമ്പോൾ തന്നെ ആ ഓഫീസിലുണ്ടായിരുന്ന 3/4 റിപ്പോർട്ടർമാരും ആളുകളും ഇത് ഇസ്ലാമിക ടെററാണ്, അതായത് ഇസ്ലാമിനകത്തെ 2 ധാരകൾ തമ്മിലുള്ള ടെറർ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ തന്നെയായിരുന്നു അറസ്റ്റിലായതും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ആ വാദം വരുന്നേ ഇല്ല. കോൺഗ്രസിനെതിരായിട്ട് രാഷ്ട്രീയമായിട്ടാണ് ആളുകൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ആളുകൾക്കറിയാം എന്താണ് സംഗതി. നമ്മുടെ നാട്ടിലെ പല കേസുകളിലും എന്ന പോലെ ഇതുപോലെ രാഷ്ട്രീയവും ഈ പറയുന്ന മതരാഷ്ട്രീയവും ചേർന്ന് കിടക്കുന്ന ഇത്രയും ഭീമാകാരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം എന്ന പോലെ പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താ സംഭവമെന്ന്. പക്ഷേ അതുകൊണ്ടാണ് അതവിടെ രൂഢമൂലമായിട്ട് കിടക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ഒരുപടി കടന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളാണ് എന്നത് രൂഢമൂലമായിട്ട് മനുഷ്യർക്കുള്ളിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുക തന്നെയാണ്. കേസിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒഴിവാക്കണം, കുറ്റവിമുക്തരാവണം. പക്ഷേ ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് പൊതുജോധത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് അവരാരും ഇത് ഞങ്ങളല്ല ചെയ്തതെങ്കിൽ പിന്നെ മറ്റവരല്ലേ എന്ന ചോദ്യം ഉന്നയിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഇതിൽ ഈ ATSന്റെ അടക്കം കണ്ടെത്തൽ വളരെ പ്രധാനമാണ്. അതിലൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ 2006 പൂനെയിലാണ് ഈ റിട്ടയർഡ് ഇന്ത്യൻ ആർമി മേജറായിട്ടുള്ള രമേശ് ഉപാധ്യായയും ഈ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിതും ചേർന്നിട്ട് ഈ സംഘടന ഉണ്ടാക്കുന്നത്, അഭിനവ് ഭാരത് എന്നുള്ള സംഘടന ഉണ്ടാക്കുന്നത്. ആ സംഘടന ഉണ്ടാക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ, അതായത് ജിഹാദികൾക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായി പറയുന്നത്. പ്രതികാരം ചെയ്യുക എന്നതും അത് വളരെ സജീവമായ പരിശീലനം രാജ്യത്തിൻ്റെ പല മേഖലകളിൽ നടത്തി. പൊതുവെ ഭീകര സംഘടനകളോ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളോ നടത്തുന്ന മട്ടിൽ തന്നെ പരിശീലനം, ആയുധ പരിശീലനമാണ് അടക്കം നടത്തി എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ള വസ്തുതയാണ്. അതായത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അഹമ്മദാബാദ്, ഉജ്ജയിൻ, ഫരീദാബാദ്, കൊൽക്കത്ത, ഭോപ്പാൽ, ജബൽപൂർ, ഇൻഡോർ, പൂനെ, നാസിക് എന്നിവിടങ്ങളിൽ ഇവർ പ്രത്യേക യോഗങ്ങൾ നടത്തി പരിശീലനം കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സനീഷ് നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം ആളുകൾക്കുള്ളിൽ ഉണ്ടാവണം എന്ന തോന്നൽ ഇവർക്കുണ്ടായേക്കാം എന്നുള്ളതിന് ഒരു കാരണം RSS പോരാ എന്നുള്ളത് കൂടിയാണ് ഇവരുടെ ചില നിലപാടുകളിൽ തെളിഞ്ഞു കണ്ടിരുന്നത്. ഇവരുടെ യോഗങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയവും അതായിരുന്നു അത്രേ. അതായത് RSSന് ഈ ഒരു എന്താണ് RSSന്റെ ഹിന്ദുത്വം കുറച്ചുകൂടി കടുപ്പത്തിൽ വേണം എന്നുള്ള നിലപാടിൽ നിന്നാണ് അവർ ഈ കടുത്ത നടപടികളിലേക്ക് പോയത്. അവരുടെ ചില ഓപ്പറേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ആ നിലയ്ക്കാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുക. ഇതിൽ 2006 മാലേഗാവ് സ്ഫോടനം ആദ്യം ഉണ്ടായി. അത് അന്ന് ഈ പറഞ്ഞതുപോലെ 38 പേരാണ് കൊല്ലപ്പെട്ടത്, 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആദ്യത്തെ സ്ഫോടനത്തിൽ. അന്ന് ഈ ATSന്റെ അന്വേഷണവും ആദ്യം പോകുന്നത് മുസ്ലിം സംഘടനകൾക്ക് നേരെയാണ്. പക്ഷേ അതിനുശേഷം ഈ അസീമാനന്ദ, പ്രസാദ് പുരോഹിത്, പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്നിവർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലായി എത്തുകയാണ്. ഇപ്പോൾ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അതിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അന്വേഷണം പോകുന്ന വഴി അതാണ്. ഞാൻ പറഞ്ഞത് ചില സംഭവങ്ങൾ നമ്മൾ ഓർത്തു പോകണമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. 2007 മക്ക മസ്ജിദ് സ്ഫോടനം നടന്നു. മക്ക മസ്ജിദ് സ്ഫോടനം നടക്കുമ്പോൾ 9 പേര് കൊല്ലപ്പെട്ടു, 58 പേർക്ക് പരിക്കേറ്റു. അതിലും അഭിനവ് ഭാരതിൻ്റെ പങ്ക് ആണ് വ്യക്തമായത്. അതുതന്നെയാണ് കേസും ആ വഴിക്കാണ് പോയത്. പക്ഷേ 2018 അവരെ വെറുതെ വിട്ടു. അതായത് ഈ ഓരോ കേസുകളിലും ഇതിങ്ങനെ ഒരു സ്ഫോടനമോ ഒരു ആക്രമണമോ അല്ല ഉണ്ടായത്, തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. പക്ഷേ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. അതിലാണ് ഒരു പ്രശ്നമുള്ളത്. അതായത് 2007 സംഝോത്ത എക്സ്പ്രസ് സ്ഫോടനം ഉണ്ടായി. അതായത് അതിൽ 68 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ NIA അന്വേഷണമാണ് നടന്നത്. അഭിനവ് ഭാരതിൻ്റെ പങ്കാണ് ആ ഘട്ടത്തിൽ വരുന്നത്. സ്വാമി അസീമാനന്ദ അടക്കമുള്ളവരാണ് അതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തുന്നത്. 2019 തെളിവിൻ്റെ അഭാവത്തിൽ ഇവരെയും വിട്ടു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പങ്കുണ്ടെന്ന് പരസ്യമായി പറഞ്ഞത്. അത് പിന്നീട് 2007 അജ്മേർ ദർഗാ സ്ഫോടനം നടന്നു. അതിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്, 17 പേർക്ക് പരിക്കേറ്റു. അഭിനവ് ഭാരത് അംഗങ്ങളായ ഭവേഷ് പട്ടേൽ, ദേവേന്ദ്ര ഗുപ്ത, സുനിൽ ജോഷി എന്നിവർക്ക് പങ്കുണ്ട് എന്നാണ് ആരോപിക്കപ്പെട്ടത്. 2017 3 പേർ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 2008 മാലേഗാവ് സ്ഫോടനം, നമ്മൾ ഈ പറയുന്ന സ്ഫോടനം വീണ്ടും ഉണ്ടാകുന്നു. 2008 6 പേരാണ് കൊല്ലപ്പെടുന്നത്, 100-ലധികം പേർക്ക് പരിക്കേറ്റു. പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളാണ് ഇത് എന്ന്, അതല്ലെങ്കിൽ അവരുടെ പേരിലുണ്ടായിരുന്നതാണ് എന്ന് തെളിയിക്കാൻ പറ്റാതെ പോകുന്നത്. അതായത് ഇതിൽ ഈ കോടതിയുടെ വിധിയിലെ വിചിത്രമായ ഒരു സംഗതി കൂടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 2 വർഷം മുമ്പ് അവർ ഈ സ്ഫോടനത്തിന് 2 വർഷം മുമ്പ് സന്യാസിയായി, അതുകൊണ്ട് ചെയ്യില്ല. അപ്പോൾ അതായത് സർവ്വസംഘ പരിത്യാഗിയായി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയേ ഇല്ല എന്നുള്ള മട്ടിൽ പിന്നീട് കാര്യങ്ങളെ വിലയിരുത്തുന്നു. പിന്നെ
ജൽന മോസ്ക് ആക്രമണം, അതും അഭിനവ് ഭാരതുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിനകത്ത് കൃത്യമായ തെളിവുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളിലെല്ലാം ഇവർ പങ്കെടുക്കുന്നുണ്ട് എന്ന് വിവിധ ഘട്ടങ്ങളിൽ തെളിയിക്കപ്പെടുന്നു തന്നെയുണ്ട്. കാരണം അവിടെ മറ്റാരുമല്ല അറസ്റ്റിലായിരിക്കുന്നത്, ഇവരൊക്കെ തന്നെയാണ് അറസ്റ്റ്. പക്ഷേ തെളിയിക്കപ്പെടാനാവാതെ പോകുന്നു. അതായത് ഇവരിലേക്ക് എത്തുന്നു അന്വേഷണം, പക്ഷേ തെളിയിക്കപ്പെടാനാകാതെ പോകുന്നു. ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഓർത്ത് അവസാനിപ്പിക്കാം. കാരണം ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകം 2017 അതിൽ സംഭവിച്ചത് എന്താണ്? അതിൽ അവിടെയും അന്വേഷണം അവസാനം എത്തുമ്പോൾ അഭിനവ് ഭാരതിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് സനാതൻ സംസ്ഥയ്ക്ക് പരിശീലനം കൊടുത്തതാണ് അഭിനവ് ഭാരതാണ്. അതായത് ഈ സുരേഷ് നായർ, രാംജി കൽസംഗ്ര, സന്ദീപ് ദാംഗെ, അമിത് ചൗഹാൻ, ഇവരാണ് ഈ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ. അവർ ഈ സനാതൻ സംസ്ഥയ്ക്ക് ഈ ആയുധ പരിശീലനം കൊടുത്തത് അത് ജൽന, മംഗലാപുരം, അഹമ്മദാബാദ്, നാസിക് എന്നിവിടങ്ങളിൽ ബോംബ് നിർമ്മാണവും സായുധ പരിശീലനവും കൊടുത്തത് ഇവരാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ്, അഭിനവ് ഭാരതിൻ്റെ ഈ 4 അംഗങ്ങളാണ് കൊടുത്തതെന്നുള്ള വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒട്ടേറെ സംഭവങ്ങൾ, ഒരു 2 കാര്യങ്ങൾ കൂടെ ഉള്ളത്. ഒന്ന്, ഈ വിധിയെ സ്വാഗതം ചെയ്ത ആളുകളിൽ BJPയും RSSും ശിവസേനയും മാത്രമല്ല NCP കൂടെ ഉണ്ട്. പ്രഫുൽ പട്ടേൽ കൂടെ വളരെ സ്വാഗതം ചെയ്തു. രണ്ടാമത്തെ കാര്യം ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഹിന്ദു ടെറർ അല്ല, ഹിന്ദുത്വ ടെറർ ഈ നാട്ടിൽ പലപ്പോഴും ഉണ്ട്. അതായത് പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ട ഹിന്ദു മതത്തെ വെച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പരിപാടികൾ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും പറയുമോ എന്നതാണ് നമ്മളിനി കാണേണ്ടത്. കാരണം ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അയ്യോ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല ഹിന്ദു ടെറർ. അവിടെ ഹിന്ദു ടെറർ എന്നാണ് മൂപ്പർ ഉപയോഗിക്കുന്നത്. അതായത് ഹിന്ദുത്വ ടെറർ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ആരും മൂപ്പർ മറന്നുപോയി. അത് ഇതുപോലെ ഒരു കാര്യം, ഈ നരേന്ദ്ര ദാബോൽക്കർ വധമുണ്ടല്ലോ, നരേന്ദ്ര ദാബോൽക്കർ വധത്തിൽ അതിൽ CBI കണ്ടെത്തിയിരുന്നത് ഈ സുരേഷ് നായരും രാംജി കൽസാങ്ക്രയും സന്ദീപ് ദോങ്കയും, അതായത് അഭിനവ് ഭാരതിൻ്റെ പ്രവർത്തകർ, ഇവർ തന്നെയാണ് ഈ പരിശീലനം കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതിനുശേഷം ഗോവിന്ദ് പൻസാരയുടെ കൊലപാതകത്തിലും ഈ ശരത് കലാസ്കർ പോലെയുള്ള ആളുകൾക്കാണ് ഈ പരിശീലന ക്യാമ്പുകളിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഇവരുടെ ഒരു ലിങ്ക് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തെളിയിക്കപ്പെടുകയോ ഇവരൊന്നും ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഏതായാലും ഈ മറ്റേ ഇസ്ലാമിസ്റ്റ് ഭീകരതയല്ല അതിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം, ഈ അന്വേഷണ സംഘങ്ങൾക്കും അറിയാം എന്നുള്ളതാണ് വസ്തുത. നിയമവ്യവസ്ഥയുടെ നിഷ്പക്ഷതയിലും നീതിയുടെ പരമമായ ഔന്നത്യത്തിലുമുള്ള ജനതയുടെ വിശ്വാസം ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാകണം നീതിപീഠങ്ങളുടെ തീരുമാനങ്ങൾ എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. 17 വർഷം നീണ്ട വ്യവഹാരത്തിനൊടുവിൽ വന്ന മാലേഗാവ് സ്ഫോടന കേസ് വിധിന്യായത്തെ അതർഹിക്കുന്ന ആദരവോടെ RDX നോക്കിക്കാണുന്നു. ഈ വിധിയിൽ തന്നെ വിശദമായി പറയുന്നു വേണ്ടത്ര തെളിവുകളില്ലായിരുന്നുവെന്ന്. മൊഴികൾ സമയത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കപ്പെട്ടിട്ടില്ല, വർഷങ്ങൾ നീണ്ട അന്വേഷണം, ആയിരക്കണക്കിന് പേജുള്ള ചാർജ് ഷീറ്റ് എല്ലാം ചട്ടപ്പടി നടന്നു. നീതിമന്ദിരത്തോടുള്ള നിരാശയല്ലിത്, അന്വേഷണ ഏജൻസികളോടുള്ള വിമർശനമാണ്. ഒറ്റ ചോദ്യമാണ് ബാക്കിയാകുന്നത്. 2008 സെപ്റ്റംബറിൽ 29 മാലേഗാവിലെ ബിക്കു ചൗക്കിന് സമീപം ഒറ്റ മാത്ര കൊണ്ട് പൊട്ടിത്തെറിച്ച് പൊലിഞ്ഞുപോയ മനുഷ്യർക്ക്, അംഗപരിമിതരായി ഇന്നും ജീവിക്കുന്നവർക്ക് നീതി കിട്ടിയോ എന്നത്.